ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മൂത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ശുശ്രൂഷയാണിത്. ഇന്ന് ദിവസം 12. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 34-ാമത്തെ അധ്യായം. ലേയ യാക്കൂബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തെ കന്യകമാരെ കാണുവാൻ പോയി. എന്നാറേ ഹിവ്യനായ ഹാമോരിൻ്റെ മകനായി ദേശത്തിൻ്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി. അവൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനായോട് പറ്റിച്ചേർന്നു. അവൻ ബാലയെ സ്നേഹിച്ചു, ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു. ശേഖേം തൻ്റെ അപ്പനായ ഹാമോരിനോട്, ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. തൻ്റെ മകളായ ദീനായെ അവൻ വഷളാക്കിയെന്ന് യാക്കോബ് കേട്ട് അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിൽ ആയിരുന്നു. അവർ വരുവോളം യാക്കോബ് മിണ്ടാതിരുന്നു. ശേഖേമിൻ്റെ അപ്പനായ ഹാമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. യാക്കോബിൻ്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിൻ്റെ മകളോടുകൂടെ ശയിച്ചു. അങ്ങനെ അരുതാത്ത കാര്യം ചെയ്തു. ഇസ്രായേലിൽ വഷളം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി മഹാകോപവും ജ്വലിച്ചു. ഹാമോർ അവരോട് സംസാരിച്ചു, എൻ്റെ മകൻ ശേഖേമിൻ്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു. അവളെ അവന് ഭാര്യയായി കൊടുക്കണം. നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്കെടുക്കുകയും ചെയ്യുവിൻ. നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ പാർക്കാം. ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പിൻ എന്ന് പറഞ്ഞു. ശേഖേമും അവളുടെ അപ്പനോടും സഹോദരന്മാരോടും, നിങ്ങൾക്കെന്നോട് കൃപ തോന്നിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാം. എന്നോട് സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പിൻ, നിങ്ങൾ പറയും പോലെ ഞാൻ തരാം. ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരയണം എന്ന് പറഞ്ഞു. തങ്ങളുടെ സഹോദരിയായ ദീനായെ ഇവൻ വഷളാക്കിയതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാർ ശേഖേമിനോടും അവൻ്റെ അപ്പനായ ഹാമോരിനോടും സംസാരിച്ച് കപടമായി ഉത്തരം പറഞ്ഞത്, ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല. അത് ഞങ്ങൾക്ക് അപമാനമാകുന്നു. എങ്കിലും ഒന്നു ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം. നിങ്ങളിലുള്ള ആളെല്ലാം പരിച്ഛേദനയേറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം. പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടുപോരും. അവരുടെ വാക്ക് ഹാമോരിനും ഹാമോരിൻ്റെ മകനായ ശേഖേമിനും ബോധിച്ചു. ആ യൗവനക്കാരനെ യാക്കോബിൻ്റെ മകളോട് അനുരാഗം വർദ്ധിച്ചതുകൊണ്ട് അവൻ ആ കാര്യം നടത്തുവാൻ താമസം ചെയ്തില്ല. അവൻ തൻ്റെ പിതൃഭവനത്തിൽ എല്ലാവരിലും ശ്രേഷ്ഠനായിരുന്നു. അങ്ങനെ ഹാമോരും അവൻ്റെ മകനായ ശേഖേമും തങ്ങളുടെ പട്ടണ ഗോപുരത്തിങ്കിൽ ചെന്നു പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു, ഈ മനുഷ്യർ നമ്മോട് സമാധാനമായിരിക്കുന്നു. അതുകൊണ്ട് അവർ ദേശത്ത് പാർത്ത് വ്യാപാരം ചെയ്യട്ടെ. അവർക്കും നമുക്കും മതിയാകും വണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ. അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യുക. എങ്കിലും അവർ പരിച്ഛേദനയുള്ളവരായിരിക്കും പോലെ നമ്മിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർത്ത് ഒരു ജനമായിരിക്കാൻ സമ്മതിക്കുകയുള്ളൂ. അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്ക് ആകെയില്ലയോ? അവർ പറയും വണ്ണം സമ്മതിച്ചാൽ മതി, എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമോരിൻ്റെ പട്ടണക്കാരെല്ലാവരും അവൻ്റെയും മകൻ ശേഖേമിൻ്റെയും വാക്ക് കേട്ടു. പട്ടണക്കാരിൽ ആണെല്ലാം പരിച്ഛേദനയേറ്റു. 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ 2 പുത്രന്മാരായി ദീനായുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താന്താൻ്റെ വാളെടുത്തു. നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെ ഒക്കെയും കൊന്നുകളഞ്ഞു. അവർ ഹാമോരിനെയും അവൻ്റെ മകനായ ശേഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു. ദീനായെ ശേഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നിഖിതന്മാരുടെ ഇടയിൽ ചെന്നു. തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. അവർ അവരുടെ ആട്,
കന്നുകാലി, കഴുത, ഇങ്ങനെ പട്ടണത്തിലും വെളിയിലും ഉള്ളവയൊക്കെയും അപഹരിച്ചു. അവിടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി. വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങളെന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനവർ, ഞങ്ങളുടെ സഹോദരിയോട് അവന് ഒരു വേശ്യയോടെന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവിടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബഥേലിലെത്തി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേർ വിളിച്ചു. റിബേക്കായുടെ ധാത്രിയായ ദബോറ മരിച്ചു. അവളെ ബഥേലിന് താഴെ ഒരു കരുവേലകത്തിന് കീഴിൽ അടക്കി. അതിന് അല്ലോൻ ബാഖൂത്ത്, ബിലാപ വൃക്ഷം എന്ന് പേരിട്ടു. യാക്കോബ് പദ്ദൻ ആരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക. ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്നരുളി ചെയ്തു. അവനോട് സംസാരിച്ച ആ സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ടുകയറിപ്പോയി. അവൻ തന്നോട് സംസാരിച്ചയിടത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി. അതിന്മേൽ ഒരു പാനീയ യാഗം ഒഴിച്ച് എണ്ണയും പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പേരിട്ടു. അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട്, ഭയപ്പെടണ്ട, ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അത് റാഹേലിൻ്റെ കല്ലറത്തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു. പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ട് ഏദർ ഗോപുരത്തിന് അപ്പുറം കൂടാരം അടിച്ചു. ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ റൂബേൻ ചെന്ന് തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയായ ബിൽഹായോടുകൂടെ ശയിച്ചു. ഇസ്രായേൽ അത് കേട്ടു. യാക്കോബിൻ്റെ പുത്രന്മാർ 12 പേരായിരുന്നു. ലേയായുടെ പുത്രന്മാർ യാക്കോബിൻ്റെ ആദ്യജാതൻ റൂബേൻ,
ശിമയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, സെബുലൂൻ. റാഹേലിൻ്റെ പുത്രന്മാർ യോസഫും ബെന്യാമീനും. റാഹേലിൻ്റെ ദാസിയായ ബിൽഹായുടെ പുത്രന്മാർ ദാനും നഫ്താലിയും. ലേയായുടെ ദാസിയായ സിൽപ്പായുടെ പുത്രന്മാർ ഗാദും ആശേരും. ഇവർ യാക്കോബിന് പദ്ദൻ അരാമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ. പിന്നെ യാക്കോബ് കിര്യത്തർബ എന്ന മമ്രയിൽ തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ അടുക്കൽ വന്നു. അബ്രഹാമും ഇസഹാക്കും പാർത്തിരുന്ന ഹെബ്രോൻ ഇതുതന്നെ. ഇസ്ഹാക്കിൻ്റെ ആയുസ് 180 സംവത്സരമായിരുന്നു. ഇസാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. അവൻ്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 36 അധ്യായം. ഏദോം എന്ന ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവ് ഹിത്യനായ ഏലോൻ്റെ മകൾ ആദ, ഹിവ്യനായ സിബയോൻ്റെ മകളായ അനായുടെ മകൾ ഒഹോലീബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് രയുവേലിനെ പ്രസവിച്ചു. ഒഹോലീബാമ യെയൂഷിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരൊക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് സേർ പർവ്വതത്തിൽ കുടിയിരുന്നു. സേർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ. ഏശാവിൻ്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ്, ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ മകൻ രയുവേൽ. എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സേഫോ, ഗഥാം, കെനസ്. തിമ്ന എന്നവൾ ഏശാവിൻ്റെ മകനായ എലീഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ. രയുവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഫ്, ഷമ്മ, മിസ്സ. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ പുത്രന്മാർ. സിബയോൻ്റെ മകളായ അനായുടെ മകൾ ഒഹോലീബാമ എന്ന ഏശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏശാവിന് യെയൂഷ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിൻ്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിൻ്റെ ആദിജാതൻ എലീഫാസിൻ്റെ പുത്രന്മാർ തോമാൻ പ്രഭു, ഓമാർ പ്രഭു, സേഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗഥാം പ്രഭു, അമാലേക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദയുടെ പുത്രന്മാർ. ഏശാവിൻ്റെ മകനായ രയുവേലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ നഹത്ത് പ്രഭു, സേരക് പ്രഭു, ഷമ്മ പ്രഭു, മിസ്സ പ്രഭു. ഇവർ ഏദോം ദേശത്ത് രയുവേലിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ പുത്രന്മാർ. ഏശാവിൻ്റെ ഭാര്യയായ ഒഹോലീബാമയുടെ പുത്രന്മാരാരെന്നാൽ യെയൂഷ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനായുടെ മകളായി ഏശാവിൻ്റെ ഭാര്യയായ ഒഹോലീബാമയിൽ നിന്നുദ്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള ഏശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാരും ആകുന്നു. ഹോര്യനായ സെയീരിൻ്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ്വ നിവാസികളായവർ ആരെന്നാൽ ലോദാൻ, ഷോബാൽ, സിബയോൻ, അന,
ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സേരിൻ്റെ പുത്രന്മാരായ ഹോര്യ പ്രഭുക്കന്മാർ. ലോതാൻ്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു. ലോതാൻ്റെ സഹോദരി തിമ്ന. ശോബാലിൻ്റെ പുത്രന്മാരാരെന്നാൽ അൽവാൻ, മാനഹത്ത്, ഏബാൽ, ഷേഫോ, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു. മരുഭൂമിയിൽ തൻ്റെ അപ്പനായ സിബയോൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അനാ ഇവൻ തന്നെ. അനാവിൻ്റെ മക്കൾ ഇവർ ദീശോനും അനാവിൻ്റെ മകൾ ഒഹോലീബാമയും ആയിരുന്നു. ദീശോൻ്റെ പുത്രന്മാർ ആരെന്നാൽ ഹെംദാൻ, എശ്ബാൻ, ഇത്രാൻ, കെരാൻ. ഏസേറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീശാൻ്റെ പുത്രന്മാർ ഊസും അരാനും ആയിരുന്നു. ഹോര്യ പ്രഭുക്കന്മാരാരെന്നാൽ ലോതാൻ പ്രഭു, ശോബാൽ പ്രഭു, സിബയോൻ പ്രഭു, അനാ പ്രഭു, ദീശോൻ പ്രഭു, ഏസേർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സേർ ദേശത്ത് വാണ ഹോര്യ പ്രഭുക്കന്മാർ ആകുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പേ ഏദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിൻ്റെ പുത്രനായ ബെലെ ഏദോമിൽ രാജാവായിരുന്നു. അവൻ്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബെലെ മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിൻ്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാന്യ ദേശക്കാരനായ ഹൂശാം അവന് പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വച്ച് മിദ്യാനെ തോൽപ്പിച്ച ബദദിൻ്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രക്കക്കാരൻ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രേഹോബോത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോരിൻ്റെ മകൻ ബാൽ ഹാനാൻ അവന് പകരം രാജാവായി. അക്ബോരിൻ്റെ മകനായ ബാൽ ഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിന് പാവു എന്നു പേർ. അവൻ്റെ ഭാര്യയ്ക്ക് മെഹേദബൽ എന്നു പേർ. അവൾ മേസാഹാബിൻ്റെ മകളായ മത്രേദിൻ്റെ മകളായിരുന്നു. വംശം വംശമായും ദേശം ദേശമായും പേര് പേരായും ഏശാവിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിത്: തിമ്ന പ്രഭു, അൽവാ പ്രഭു, ഏദേത് പ്രഭു, ഒഹോലീബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിപ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണ ഏദോമ്യ പ്രഭുക്കന്മാർ ആകുന്നു. ഏദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ. ഈ വായിച്ചു കേട്ട തിരുവചന സത്യങ്ങളാൽ ദൈവം നമ്മേവരെയും അതിസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.